അങ്കമാലിയിൽ 4 വയസ്സുകാരി കല്യാണിയെ കൊലപ്പെടുത്തിയത് ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാനെന്ന് അമ്മ സന്ധ്യയുടെ മൊഴി. മൂത്ത കുട്ടിയെയും അപായപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു എന്നും സന്ധ്യ പോലീസിനോട് പറഞ്ഞു. സന്ധ്യയ്ക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കേസിൽ സന്ധ്യയുടെ അമ്മയുടെയും സഹോദരിയുടെയും പങ്ക് അന്വേഷിക്കണമെന്ന് കുട്ടിയുടെ അച്ഛൻ സുഭാഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കുറച്ചുനാളായി ഭർത്താവിന്റെ വീട്ടിൽ കടുത്ത ഒറ്റപ്പെടൽ നേരിട്ടെന്നും കുട്ടികൾക്ക് ഭർത്താവിനോടുള്ള അമിത സ്നേഹമാണ് കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചതെന്നുമാണ് സന്ധ്യയുടെ മൊഴി. മകളുമൊത്ത് ആലുവ പുഴയിൽ ചാടി മരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. കൊലപാതകം നടന്ന ദിവസം ആലുവ പുഴയുടെ പരിസരത്ത് മകളുമായി എത്തിയിരുന്നു. പ്രദേശവാസികൾ ചോദ്യം ചെയ്തതോടെയാണ് മൂഴിക്കുളത്തേക്ക് പോയത്. സന്ധ്യ ആലുവയിലെത്തിയ കാര്യം ഓട്ടോറിക്ഷ തൊഴിലാളികളെ കണ്ട് പോലീസ് സ്ഥിരീകരിച്ചു. എന്നാൽ ഒരുമിച്ച് മരിക്കാനാണ് തീരുമാനിച്ചതെന്ന സന്ധ്യയുടെ മൊഴി കള്ളമാണെന്ന് ഭർത്താവ് സുഭാഷ് പറഞ്ഞു. മകളുടെ മരണത്തിൽ ഭാര്യയുടെ അമ്മയുടെയും സഹോദരിയുടെയും പങ്ക് അന്വേഷിക്കണം. കൊലപാതകം നടന്ന ദിവസം കല്യാണിയുമായി സന്ധ്യ ഭാര്യ വീട്ടിൽ പോയിരുന്നോ എന്ന് സംശയമുണ്ട്. മാനസിക പ്രശ്നമുണ്ടെന്ന് പറയുന്നത് കേസിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നുമാണ് സുഭാഷ് പറയുന്നത്. അവരുടെ ചേച്ചി അമ്മ ഇത്രയും നാളും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അവർ തന്നെ പറഞ്ഞു അവർക്ക് മാനസിക രോഗം ഉണ്ടെന്നുള്ള രീതിയിൽ വരുത്തിത്തീർക്കാൻ അവർ നോക്കുന്നത്. കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും അവർക്കെതിരെയും കേസ് കൊടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇത്രയും നാളും ചിറ്റിച്ചത് അവരാണ്. താൻ അറിയാതെ 1 ലക്ഷത്തോളം രൂപ സന്ധ്യ വീട്ടിൽ നിന്ന് വാങ്ങിയിരുന്നെന്നും ഈ പണം എന്താണ് ചെയ്തതെന്ന് അറിയില്ലെന്നും സുഭാഷ് പറഞ്ഞു. അവളുടെ വീട്ടിലിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ അന്നും ഇതുപോലെ വിളിക്കുക എന്തെങ്കിലും ചെയ്ത പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ അവരുടെ വീട്ടിൽ പോയി പൈസ ചോദിക്കലും മേടിക്കലൊക്കെ പരിപാടി ഉള്ളതാണ്. ഇതിനു മുമ്പ് പോയി കണ്ട് 1 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് വന്നായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇങ്ങോട്ട് പൈസ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്താ ചെയ്തതെന്ന് അറിയില്ല. ആവശ്യമെങ്കിൽ സന്ധ്യയുടെ കുടുംബത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുഭാഷ് പറഞ്ഞു. കേസിൽ പ്രതി സന്ധ്യയ്ക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. 7 ദിവസത്തെ കസ്റ്റഡിയാകും ആവശ്യപ്പെടുക. കേസിൽ പുത്തൻകുരിശ് പോലീസ് സുഭാഷിൽ നിന്ന് വിവരങ്ങൾ തേടി. സന്ധ്യയെ കൂടി കസ്റ്റഡിയിലെടുത്ത ശേഷം സുഭാഷിനൊപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.